പുഞ്ചിരിയും സൗഹൃദവും ജീവിതം സന്തോഷപ്രദവും ആനന്ദകരവുമാക്കുന്നതിനുള്ള ഒരു മാർഗം സൗഹൃദം വളർത്തുകയും സുഹൃത്തുക്കളെ സമ്പാദിക്കുകയാണ്. ഒപ്പം നല്ല പുഞ്ചിരിയും. രണ്ട് തരത്തിലുള്ള വ്യക്തികളെ നാം കണ്ടുമുട്ടുന്നു. പൂനിലാവ് പരന്ന പോലെ വിടർന്ന പുഞ്ചിരിയുമായി നമ്മെ സ്വാഗതം ചെയ്യുന്നവർ. മറ്റൊരു കൂട്ടരുണ്ട്, പുഞ്ചിരിക്കാൻ കഴിയാത്തവർ, ഇല്ലാത്ത ഗൗരവം കനവും നടിക്കുന്നവർ. പുഞ്ചിരി വരുത്തിയാൽ ഗൗരവഭാവത്തിന് നഷ്ടം വരുമെന്ന് അവർ ഭയപ്പെടുന്നു. ഇതേപോലെ തന്നെ സൗഹൃദം പേടിക്കുന്നവരുണ്ട്. മറ്റുള്ളവരെ അഭിമുഖീകരിക്കുവാനും അവരുമായി ബന്ധപ്പെടുന്നതിനും തടസ്സമായി നിൽക്കുന്നത് എന്താണ് ആ കൂട്ടർക്ക്? അതെ, മറ്റുള്ളവർ നമ്മെപ്പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ള ഭയാശങ്ക ഭരിക്കുന്നുണ്ടാകാം. മുൻകാല അനുഭവത്തിലെ ചില തിരിച്ചടികൾ ഒരുപക്ഷേ പിന്തിരിപ്പിച്ചെന്ന് വരാം. ഇങ്ങനെ പല കാരണങ്ങൾ സുഹൃത്ത് സമ്പാദനത്തിൽ പ്രതിബന്ധങ്ങളായി തീരാം. നോക്കൂ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ. സേവനത്തിൻ്റെ കരം നീട്ടുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രതികരണമുണ്ടാവുന്നു. അതെ, ഈ കവിത ശ്രദ്ധിച്ചിട്ടില്ലേ? എൻ്റെ പുഞ്ചിരി എനിക്ക് നഷ്ടമായി, എൻ്റെ പുഞ്ചിരി എനിക്ക് നഷ്ടമായി, പക്ഷേ ഞാനതിൽ വിഷമിക്കുന്നില്ല. എൻ്റെ പുഞ്ചിരി ജമന്തിപ്പൂവിലുണ്ട്, എൻ്റെ പുഞ്ചിരി ജമന്തിപ്പൂവിലുണ്ട്. നിങ്ങളുടെ പുഞ്ചിരി നഷ്ടമായിരിക്കുകയും ഒരു ജമന്തിപ്പൂ അത് നിങ്ങൾക്കായി സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്ന അറിവ് അത്ര മോശമല്ല. നഷ്ടമായ പുഞ്ചിരി അവിടെയുണ്ടെന്ന് കണ്ടെത്താനുള്ള പൂർണ്ണ ബോധം നിങ്ങൾക്കുണ്ട്. 1-2 പ്രാവശ്യം ബോധത്തോട് ശ്വസിക്കുകയേ വേണ്ടൂ. നിങ്ങൾക്ക് നഷ്ടമായ പുഞ്ചിരി വീണ്ടെടുക്കാം. നിങ്ങളുടെ സൗഹൃദ സമൂഹത്തിലെ ഒരംഗമാണ് ജമന്തി. തികഞ്ഞ വിശ്വസ്തയോടെ അത് നിങ്ങളുടെ പുഞ്ചിരിയും കാത്തു സൂക്ഷിച്ച് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് നല്ല സൗഹൃദവും നല്ല വിജയവും അതോടൊപ്പം തന്നെ നല്ല പുഞ്ചിരിയും ഉണ്ടായി ഈ ജീവിതം നല്ല ഐശ്വര്യപൂർണ്ണമാക്കാം. എന്തൊക്കെയാണ് പുഞ്ചിരിയുടെ ഗുണങ്ങൾ? അത് നമുക്കൊരിക്കലും നഷ്ടം വരുത്തുകയില്ല. പ്രതീക്ഷയ്ക്കപ്പുറമായ നേട്ടങ്ങൾ വരുത്തുക മാത്രമേ ചെയ്യുള്ളൂ. അത് സൗഹൃദം വരുത്തുകയും വളർത്തുകയും ചെയ്യും. ശത്രുവിനെ പോലും മിത്രമാക്കാൻ കഴിയുന്ന ശക്തി അതിനുണ്ട്. ഇത്രയേറെ നേട്ടങ്ങളുള്ള പുഞ്ചിരി എന്തുകൊണ്ട് നമുക്ക് സ്വഭാവമാക്കിക്കൂടാ? അതെ, നമ്മുടെ ജീവിതം ധന്യമാക്കുന്നത് എത്ര ധനം സമ്പാദിച്ചു എന്നതിലല്ല, എത്ര ഉത്തമ സുഹൃത്തുക്കളെ നേടാൻ കഴിഞ്ഞു എന്നതിലാണ്. അതോടൊപ്പം തന്നെ എത്ര കാലം ജീവിച്ചു എന്നതിലല്ല, എങ്ങനെ നമ്മൾ ജീവിച്ചു എന്നുള്ളതാണ്. അപ്പം സന്തോഷത്തോട്, സമാധാനത്തോട്, ഐശ്വര്യത്തോട്, ഭയരഹിതമായി ജീവിക്കാം. എല്ലാവർക്കും നല്ല നിമിഷങ്ങൾ തരുന്നു. എവരി ഡേ ഈസ് എ ന്യൂ ബിഗിനിങ്. എവരി മൊമെന്റ് ഹാസ് മെനി ഓപ്പർച്യൂണിറ്റീസ്.